നമസ്കാരം, ET മലയാളത്തിലേക്ക് സ്വാഗതം. മ്യൂച്വൽ ഫണ്ടിൽ നിക്ഷേപിക്കുന്ന പലരും ചോദിക്കുന്ന ഒരു കാര്യമാണ് എനിക്ക് എത്ര ശതമാനം ലാഭം കിട്ടി എന്നത്. മ്യൂച്വൽ ഫണ്ട് നിക്ഷേപങ്ങളിൽ നിന്നുള്ള ലാഭം മനസ്സിലാക്കുമ്പോൾ വെറും ഒരു ഉയർന്ന ശതമാനം മാത്രം നോക്കിയാൽ പോരാ. നിങ്ങളുടെ നിക്ഷേപത്തിന്റെ സമയവും രീതിയും അനുസരിച്ച് അതിന്റെ പ്രകടനം അളക്കാൻ CAGR, XIRR, അബ്സല്യൂട്ട് റിട്ടേൺ എന്നിങ്ങനെ വിവിധ രീതികളുണ്ട്. ശരിയായ നിക്ഷേപ തീരുമാനങ്ങൾ എടുക്കുന്നതിന് ഈ പദങ്ങളുടെ അർത്ഥം മനസ്സിലാക്കേണ്ടതുണ്ട്. നമുക്കിന്ന് അവ സിമ്പിളായി മനസ്സിലാക്കാം. പ്ലസ് ബോണസായി നിങ്ങൾക്ക് നിക്ഷേപത്തിനായി പരിഗണിക്കാൻ സാധിക്കുന്ന ഒരു PSU ഫണ്ടിനെ കുറിച്ച് കൂടി മനസ്സിലാക്കാം. ഒരു മ്യൂച്വൽ ഫണ്ട് കഴിഞ്ഞ 5 വർഷത്തിനിടയിൽ ശരാശരി 15% റിട്ടേൺ നൽകി എന്ന് പറയുമ്പോൾ നിക്ഷേപകർ ആദ്യം മനസ്സിലാക്കേണ്ടത് ഈ 15% യഥാർത്ഥത്തിൽ എന്താണ് എന്നാണ്. കോമ്പൗണ്ടഡ് ആനുവൽ ഗ്രോത്ത് റേറ്റ് അഥവാ CAGR റിട്ടേൺ ആണോ, XIR അഥവാ എക്സ്റ്റെൻഡഡ് ഇന്റേണൽ റേറ്റ് ഓഫ് റിട്ടേൺ ആണോ, അബ്സല്യൂട്ട് റിട്ടേൺ ആണോ എന്നൊക്കെ നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. ഉദാഹരണത്തിന് അബ്സല്യൂട്ട് റിട്ടേൺ എന്നത് നിക്ഷേപം തുടങ്ങിയ സമയം മുതൽ അവസാനിച്ചത് വരെയുള്ള ആകെ ലാഭത്തെയാണ് സൂചിപ്പിക്കുന്നത്. നിങ്ങൾ നിക്ഷേപിച്ച 1 ലക്ഷം രൂപ 5 വർഷം കൊണ്ട് 1.75 ലക്ഷം രൂപയായി വളർന്നു എന്നിരിക്കട്ടെ. ഇവിടെ നിങ്ങളുടെ അബ്സല്യൂട്ട് റിട്ടേൺ 75%. എന്നാൽ നിങ്ങളുടെ പണം എത്ര വേഗത്തിലാണ് ഓരോ വർഷവും വളർന്നതെന്ന് ഈ ശതമാനം വ്യക്തമാക്കുന്നില്ല. ഇനി ഇതേ നിക്ഷേപം വാർഷിക കൂട്ടുപലിശ രീതിയിലുള്ള CAGR അടിസ്ഥാനമാക്കി കണക്കാക്കിയാൽ ഇതിന്റെ പ്രതിവർഷ ആദായം ഏകദേശം 11.8% ആയിരിക്കും. ഒറ്റത്തവണയായി നിക്ഷേപം നടത്തുകയും അത് നിശ്ചിത കാലയളവിലേക്ക് മാറ്റമില്ലാതെ നിലനിർത്തുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ ആദായം കണക്കാക്കാൻ ഏറ്റവും അനുയോജ്യമായ രീതിയാണ് CAGR. അതുകൊണ്ട് തന്നെ ശരിയായ നിക്ഷേപ തീരുമാനങ്ങൾ എടുക്കുന്നതിന് മ്യൂച്വൽ ഫണ്ട് ആദായങ്ങളെ കുറിച്ച് വ്യക്തമായ ധാരണ ഉണ്ടായിരിക്കേണ്ടത് അത്യാവശ്യമാണ്. മ്യൂച്വൽ ഫണ്ടുകളുടെ പ്രകടനം വിലയിരുത്തുന്നതിനായി പ്രധാനമായും 3 മാനദണ്ഡങ്ങളാണ് ഉപയോഗിക്കുക. അബ്സല്യൂട്ട് റിട്ടേൺ, CAGR അഥവാ കോമ്പൗണ്ടഡ് ആനുവൽ ഗ്രോത്ത് റിട്ടേൺ, ഒപ്പം XIRR അഥവാ എക്സ്റ്റേണൽ ഇന്റേണൽ റേറ്റ് ഓഫ് റിട്ടേൺ എന്നിവയാണ്. ആദ്യത്തേത് അബ്സല്യൂട്ട് റിട്ടേൺ ആണ്. ഇത് ഏറ്റവും ലളിതമായ അഥവാ സിമ്പിൾ ആയിട്ടുള്ള ഒരു കണക്കാണ്. നിങ്ങൾ നിക്ഷേപിച്ച തുകയും നിലവിലെ അതിന്റെ മൂല്യവും തമ്മിലുള്ള വ്യത്യാസം. ഉദാഹരണത്തിന് നിങ്ങൾ 1 ലക്ഷം രൂപ നിക്ഷേപിച്ചു എന്നിരിക്കട്ടെ, അത് ഇപ്പോൾ 1.5 ലക്ഷം രൂപയായി. ഇവിടെ നിങ്ങൾക്ക് കിട്ടിയത് 50% അബ്സല്യൂട്ട് റിട്ടേൺ ആണ്. പക്ഷേ ഇത് എത്ര വർഷം കൊണ്ടാണ് ഉണ്ടായതെന്ന് ഈ കണക്ക് പറയുന്നില്ല. അതുകൊണ്ട് തന്നെ ദീർഘകാല നിക്ഷേപങ്ങൾക്ക് ഇത് അത്ര അനുയോജ്യമല്ല. രണ്ടാമത്തേതാണ് CAGR റിട്ടേൺ. ഒരു നിശ്ചിത കാലയളവിൽ നിങ്ങളുടെ നിക്ഷേപം ശരാശരി ഓരോ വർഷവും എത്ര ശതമാനം വീതം വളർന്നു എന്ന് ഇത് പറഞ്ഞു തരും. ലംസമായി നിക്ഷേപിക്കുന്നവർക്ക് തങ്ങളുടെ പണം പ്രതിവർഷം എത്ര കണ്ട് വളരുന്നു എന്ന് മനസ്സിലാക്കാൻ CAGR റിട്ടേൺ ആണ് ഏറ്റവും അനുയോജ്യമായ മാർഗം. മൂന്നാമത്തേതും ഏറ്റവും പ്രധാനപ്പെട്ടതുമാണ് XIRR അഥവാ എക്സ്റ്റെൻഡഡ് ഇന്റേണൽ റേറ്റ് ഓഫ് റിട്ടേൺ. നിങ്ങൾ ഒരു SIP വഴിയാണ് നിക്ഷേപിക്കുന്നതെങ്കിൽ നിങ്ങൾ നോക്കേണ്ടത് XIRR ആണ്. കാരണം SIPയിൽ നിങ്ങൾ പല തീയതികളിലായാണ് പണം നിക്ഷേപിക്കുന്നത്. ഓരോ മാസത്തെ നിക്ഷേപത്തിനും കിട്ടുന്ന സമയം വ്യത്യസ്തമായിരിക്കും. ഈ സങ്കീർണമായ കണക്കുകൾ കൃത്യമായി വിശകലനം ചെയ്ത് നിങ്ങളുടെ നിക്ഷേപത്തിന്റെ യഥാർത്ഥ വാർഷിക ആദായം XIRR പറഞ്ഞു തരുന്നു. ചുരുക്കത്തിൽ ഒരു വർഷത്തിന് താഴെയുള്ള നിക്ഷേപമാണെങ്കിൽ അബ്സല്യൂട്ട് റിട്ടേൺ നോക്കാം. ഒറ്റത്തവണ നിക്ഷേപമാണെങ്കിൽ CAGR നോക്കാം. എന്നാൽ SIP ചെയ്യുന്നവരാണെങ്കിൽ XIRR ആണ് നിങ്ങളുടെ യഥാർത്ഥ ലാഭം അളക്കാനുള്ള ഉപകരണം. ഈ 3 കാര്യങ്ങളും മനസ്സിലാക്കുന്നത് വഴി നിങ്ങളുടെ സാമ്പത്തിക ലക്ഷ്യങ്ങൾ കൂടുതൽ വ്യക്തതയോടെ ആസൂത്രണം ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഈ റിട്ടേൺ മനസ്സിലാക്കാൻ നമുക്കൊരു PSU ഫണ്ടിലൂടെ മനസ്സിലാക്കാം. കുറഞ്ഞ റിസ്കിൽ ബാങ്കിംഗ് മേഖലയുടെ വളർച്ചയിൽ പങ്കാളികളാകാൻ പറ്റിയ ഫണ്ടുകളാണ് ബാങ്കിംഗ് ആൻഡ് PSU മ്യൂച്വൽ ഫണ്ടുകൾ. ഈ ഫണ്ടുകൾ പ്രധാനമായും പണം നിക്ഷേപിക്കുന്നത് പൊതുമേഖലാ ബാങ്കുകളായിട്ടുള്ള SBI, പഞ്ചാബ് നാഷണൽ ബാങ്ക്, സർക്കാർ ഉടമസ്ഥതയിലുള്ള സ്ഥാപനങ്ങൾ അതായത് REC, PFC, മറ്റ് വലിയ ധനകാര്യ സ്ഥാപനങ്ങൾ എന്നിവയുടെ ഡെറ്റ് സെക്യൂരിറ്റികളാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ ക്രെഡിറ്റ് റിസ്ക് വളരെ കുറവാണ്. 2026 നിക്ഷേപിക്കാൻ അനുയോജ്യമായ ഏറ്റവും മികച്ച ഫണ്ടുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ബന്ധൻ ബാങ്കിംഗ് ആൻഡ് PSU ഫണ്ട് ആണ് ഇതിലൊന്ന്. ഇതൊരു ഡയറക്റ്റ് ഗ്രോത്ത് ഫണ്ടാണ്. ഇതൊരു ഡെറ്റ് മ്യൂച്വൽ ഫണ്ട് കൂടിയാണ്. പ്രധാനമായും സർക്കാർ ഉടമസ്ഥതയിലുള്ള സ്ഥാപനങ്ങൾ, പൊതുമേഖലാ ബാങ്കുകൾ, സർക്കാർ സെക്യൂരിറ്റികൾ എന്നിവയിലാണ് ഈ ഫണ്ട് പണം നിക്ഷേപിച്ചിരിക്കുന്നത്. അതിനാൽ തന്നെ ഇതിൽ റിസ്ക് താരതമ്യേന കുറവാണ്. ഏകദേശം 12,553 കോടി രൂപയുടെ ആസ്തിയാണ് കൈകാര്യം ചെയ്യുന്നത്. ഏകദേശം 26 രൂപയാണ് ഇതിന്റെ നെറ്റ് അസറ്റ് വാല്യൂ. എക്സ്പെൻസ് റേഷ്യോ 0.36% തുടരുന്നത്. ഫണ്ട് മാനേജ് ചെയ്യുന്നതിനായി ബാങ്ക് ഈടാക്കുന്ന ഫീസാണിത്.
ഡയറക്റ്റ് പ്ലാനുകളിൽ എക്സ്പെൻസ് റേഷ്യോ പൊതുവെ കുറവായിരിക്കും. ഇത് നിക്ഷേപകർക്ക് കൂടുതൽ ലാഭം നൽകും. പോർട്ട്ഫോളിയോയുടെ വലിയൊരു ഭാഗം സുരക്ഷിതമായ സർക്കാർ ബോണ്ടുകളിലാണ് ഈ ഫണ്ട് നിക്ഷേപിച്ചിരിക്കുന്നത്. HDFC ബാങ്ക്, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, കനറ ബാങ്ക്, നാഷണൽ ഹൗസിംഗ് ബാങ്ക്, ന്യൂക്ലിയർ പവർ കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ, ഇന്ത്യൻ റെയിൽവേ ഫിനാൻസ് കോർപ്പറേഷൻ, പവർ ഫിനാൻസ് കോർപ്പറേഷൻ, NTPC, REC എന്നിവയൊക്കെയാണ് പോർട്ട്ഫോളിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന പ്രധാനപ്പെട്ട ഓഹരികൾ. ഒറ്റത്തവണയായി പണം നിക്ഷേപിച്ചവർക്ക് ഒരു വർഷം ഏകദേശം 7 മുതൽ 7.8% CAGR റിട്ടേൺ ആണ് നൽകിയിട്ടുള്ളത്. 3 വർഷം ഏകദേശം 7.4% CAGR വളർച്ചയും കൈവരിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ഒരു വർഷത്തെ SIP നിക്ഷേപത്തിന് ഏകദേശം 5.7% മുതൽ 6.5% റേഞ്ചിലാണ് XIRR ലഭിച്ചിരിക്കുന്നത്. ഉദാഹരണത്തിലൂടെ മനസ്സിലാക്കാം. നിങ്ങൾ ഒറ്റത്തവണയായി 1 ലക്ഷം രൂപ നിക്ഷേപിച്ചു എന്ന് കരുതുക. ഇവിടെ ലാഭം കണക്കാക്കാൻ നാം CAGR ആണ് ഉപയോഗിക്കേണ്ടത്. നിക്ഷേപം 3 വർഷത്തേക്കാണെങ്കിൽ ഏകദേശം 1,24,930 രൂപ നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട്. പ്രത്യേകത നോക്കിയാൽ ഇവിടെ നിങ്ങളുടെ 1 ലക്ഷം രൂപയ്ക്കും ആദ്യ ദിവസം മുതൽ 3 വർഷം വരെ പലിശ ലഭിച്ചുകൊണ്ടിരിക്കും എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ലാഭം കൃത്യമായി CAGR-ൽ കാണാം. ഇനി നിങ്ങൾ ഓരോ മാസവും 10,000 രൂപ വീതം ഒരു വർഷത്തേക്ക് നിക്ഷേപിച്ചു എന്ന് കരുതുക. ഇവിടെ ലാഭം കണക്കാക്കാൻ നാം XIRR ആണ് ഉപയോഗിക്കുക. ആദ്യത്തെ 10,000 രൂപയ്ക്ക് 12 മാസത്തെ പലിശ ലഭിക്കും. ആറാമത്തെ 10,000 രൂപയ്ക്ക് 6 മാസത്തെ പലിശയാണ് ലഭിക്കുക. 12ാമത്തെ മാസം ആകുമ്പോഴേക്കും ഇവിടെ വെറും 1 മാസത്തെ പലിശ മാത്രമാണ് ലഭിക്കുന്നത്. ഇത്തരത്തിൽ ഓരോ മാസവും വ്യത്യസ്ത സമയങ്ങളിൽ പണം നിക്ഷേപിക്കുമ്പോൾ മൊത്തത്തിലുള്ള ആദായം എത്രയാണ് എന്നറിയാനാണ് XIRR നോക്കുന്നത്. ഒരു വർഷം കഴിയുമ്പോൾ 7% XIRR നിരക്കിൽ ഏകദേശം 1,24,500 രൂപയാണ് മുതലും പലിശയും ചേർത്ത് നമുക്ക് കിട്ടുക. പ്രധാന വ്യത്യാസം കൂടെ മനസ്സിലാക്കാം. ലംസം നിക്ഷേപത്തിൽ നിങ്ങളുടെ മുഴുവൻ പണവും നിശ്ചിത കാലയളവ് മുഴുവൻ ബാങ്കിൽ ഉണ്ടാകും. എന്നാൽ SIP-യിൽ പണം ഘട്ടമായാണ് നിക്ഷേപിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിക്ഷേപിച്ച ആകെ തുക 1 ലക്ഷമാണെങ്കിൽ പോലും അവസാന മാസങ്ങളിൽ നിക്ഷേപിക്കുന്ന പണത്തിന് കുറഞ്ഞ സമയത്തെ പലിശ മാത്രമാണ് ലഭിക്കുക. ഇത് മനസ്സിലാക്കാനാണ് XIRR സഹായിക്കുന്നത്.